അസ്സലാമു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തിങ്കളാഴ്ച രാവ്. ഇന്നത്തെ ദിവസം ദുആക്ക് ഉത്തരം കിട്ടുന്ന ദിവസങ്ങളാണ്. മഗ്‌രിബ് നിസ്കാര ശേഷം ധാരാളം ദുആകളും സ്വലാത്തുകളും ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹുവിനോട് അടുക്കുംതോറും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. നിരന്തരമായി നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അതിന് ഉത്തരം അള്ളാഹു നൽകും ഇൻഷാ അള്ളാഹ്. അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന കൈകൾ ഒരിക്കലും അവൻ തട്ടിക്കളയില്ല. നമ്മൾ എത്ര പാപങ്ങൾ ചെയ്തവനാണെങ്കിൽ പോലും കരുണക്കടലാണ് അള്ളാഹു. ഒരു തൗബ കൊണ്ടുപോലും നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നവനാണ് അള്ളാഹു. ആ അള്ളാഹുവിനോട് നമ്മുടെ ഇരു കൈകളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും തട്ടിക്കളയില്ല. 5 വക്ത് നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കുക. അള്ളാഹുവിലുള്ള വിശ്വാസം കൈവെടിയാതിരിക്കുക. എല്ലാം അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുക ഇൻഷാ അള്ളാഹ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ദുആക്ക് ഉത്തരം ഉറപ്പാണ്. അപ്പോൾ തിങ്കളാഴ്ച രാവും വെള്ളിയാഴ്ച രാവും ഉള്ള പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വേഗം ഉത്തരം ലഭിക്കുന്നതാണ്. അത്രയ്ക്ക് ശ്രേഷ്ഠമായ സമയമാണ്. മഗ്‌രിബ് നിസ്കാര ശേഷം നമ്മൾ യാസീനും വാക്കിയ സൂറത്തും മുൽക്ക് സൂറത്തും ഓതിയതിനു ശേഷം നല്ല മനസ്സോടെ ദിക്റുകളും സ്വലാത്തും ചൊല്ലിയാൽ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. നമുക്ക് സങ്കടങ്ങൾ വന്നാൽ മാത്രമല്ല, സന്തോഷം വരുമ്പോഴും എല്ലാ സമയത്തും നമ്മൾ അള്ളാഹുവിനെ ഓർക്കുക. ഓരോ സമയവും നല്ലതിനു വേണ്ടി ചിലവഴിക്കുക. നമുക്ക് ഒരാളെ സഹായിക്കാൻ പറ്റിയാൽ നമ്മൾ സഹായിക്കുക. എന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ സഹായിക്കുക. അതിന് അള്ളാഹുവിൻ്റെ കൂലി കിട്ടാൻ നിയ്യത്ത് വെച്ചുകൊണ്ട് ബിസ്മി ചൊല്ലി കൊടുക്കുക. ആര് എന്ത് ചെയ്താലും തിരിച്ചൊന്നും ചെയ്യാതിരിക്കുക. കാരണം അവർക്കുള്ള ശിക്ഷ അള്ളാഹു കൊടുക്കുന്നതാണ്. നമുക്ക് തന്നെ കാണാൻ സാധിക്കും. അധിക സമയമൊന്നും ആവാറില്ല. നമ്മുടെ കൺമുന്നിൽ തന്നെ നമ്മൾ കാണാറുണ്ട്. പ്രതീക്ഷ കൈവിടിയാതെ അള്ളാഹുവിലേക്ക് ഇരു കൈയും ഉയർത്തി പ്രാർത്ഥിക്കുക. ഒരുപാട് പേർ ഓരോരോ വിഷമത്തിലാണ്. കടം കൊണ്ടും ജോലിയില്ലാതെയും ലോൺ എടുത്ത് പൈസ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരും അസുഖങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നവരും ധാരാളം ആളുകളുണ്ട്. ഇങ്ങനെ വിഷമം അനുഭവിക്കുന്നവർ അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യുക. ഇന്ന് തിങ്കളാഴ്ച രാവ്. മഗ്‌രിബ് നിസ്കാരം ശേഷം സുഖങ്ങളും പ്രയാസങ്ങളും മാറാൻ, ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സഫലമാകാൻ വേണ്ടി യാസീനും വാക്കിയ സൂറത്തും മുൽക്ക് സൂറത്തും എല്ലാം ഓതി കഴിഞ്ഞതിന് ശേഷം 313 പ്രാവശ്യം നിയ്യത്ത് വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്ർ ചൊല്ലി പ്രാർത്ഥിക്കുക. അള്ളാഹുവിലേക്ക് മാത്രം മനസ്സ് ചിന്തിച്ചുകൊണ്ട് എൻ്റെ പ്രയാസം മാറാനാണ്, ദുഃഖം മാറാനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആഗ്രഹം പൂർത്തീകരിക്കാനാണ് എന്ന ഉദ്ദേശത്തോടെ ചൊല്ലുക. ഖുർആനിൽ വന്ന ഒരു ദിക്റാണിത്. അതുകൊണ്ട് അതിന് എത്രമാത്രം പവർഫുൾ ഉണ്ടാവുമെന്ന് നമുക്കറിയാം. നമുക്ക് നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ഇറക്കി തന്ന ഖുർആനിലുള്ള ദിക്റാണ് ഇത്. എല്ലാവരും വിശ്വാസം കൈവെടിയാതെ ചോദിക്കുന്നത് അള്ളാഹു നൽകും എന്ന ഉറപ്പോടെ ദുആ ചെയ്യുക ഇൻഷാ അള്ളാഹ്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങളും ദുഃഖങ്ങളും മാറ്റിത്തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.